ഇവിടെ പിള്ളേരെ ഈ അവസാനത്തെ ഒരു 3-4 ദിവസമൊക്കെ ഭയങ്കര നിർണായകമാണെന്നൊക്കെ പറഞ്ഞ് ബാക്കി ചാനലുകളെ പോലെയൊക്കെ തന്നെ ഒരു വീഡിയോ എനിക്കും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ സംതിങ് ഹാപ്പൻ. നമുക്കൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ അകത്ത് ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡെയിലി ലൈവുകൾ വെച്ച് അവരുടെ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പത്തെ രാവിലത്തെ ലൈവ് സെഷൻ കഴിഞ്ഞപ്പം ഈ പിള്ളേർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ലൈവ് കണ്ടു കഴിയുമ്പോഴും ടെൻഷൻ കൂടുക. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കാരണം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവരോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ലാസ്റ്റ് ഡേയ്സ് പ്രിപ്പറേഷൻ്റെ കുറച്ചുകൂടെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള വെർഷനാണ് അവരോട് ഷെയർ ചെയ്യുന്നത്. കറക്റ്റായിട്ട് എൻ്റെ ലാസ്റ്റ് വീക്ക് പ്രിപ്പറേഷൻ്റെ കാര്യം ആലോചിക്കുമ്പം എനിക്കതൊരു ബ്ലറാണ്. കാരണം കൂടുതലും ടെൻഷനൊക്കെ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്കാണെങ്കിലും ചില സമയത്ത് ടെൻഷൻ കൂടുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിനകത്തൊരു തണുപ്പും വയറിനൊരു അൺഈസി ഫീലിങ്ങും അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുന്നതൊക്കെ സ്വയം ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഒരു മൊത്തത്തിലൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും. എസ്പെഷ്യലി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ഈ പ്രശ്നം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ലാസ്റ്റ് ഡേയ്സിൽ ഞാനും എക്സ്പീരിയൻസ് ചെയ്ത്, അതുപോലെ ഈ എക്സാം ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ നോർമലാണെന്ന് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മുൻ വർഷങ്ങളിലെ ടോപ്പേഴ്സൊക്കെ ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്തൊക്കെ അവർ പറയുന്ന പ്ലാൻ ആണെങ്കിൽ പോലും എക്സാക്ട്ലി അവർ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആകാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ആൻസർ ഉണ്ടാക്കിയിട്ട് അതായിരിക്കും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എക്സാക്ട്ലി അവർ കടന്നുപോയ എല്ലാ ടെൻഷനുകളെക്കുറിച്ചും എല്ലാ ചിന്തകളെക്കുറിച്ചും അവർ കവർ ചെയ്ത എല്ലാ പോർഷനെക്കുറിച്ചും ഒന്നും ആയിരിക്കില്ല പറയുന്നത്. ഒരു പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും അവരെ തരാൻ ശ്രമിച്ചിട്ടുണ്ടാകുക. എൻ്റെ കാര്യം നോക്കിയാൽ തന്നെ ഞാൻ ലാസ്റ്റ് ദിവസങ്ങളിൽ സ്ഥിരം മറന്നു പോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തലയിൽ വീണ്ടും കുത്തിക്കയറ്റാൻ നോക്കാനും, അതുപോലെ MBBS കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണോ, ഇനി ഇതൊന്നും പോരാങ്ങിട്ട് എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ എനിക്കുണ്ടായിരുന്ന ഒരു ക്രഷിന് എൻ്റെ സെയിം എക്സാം സെൻറ്റർ തന്നെ കിട്ടുമായിരിക്കുമോ, ഇതുപോലത്തെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ മൈൻഡ് ഭയങ്കര സ്കാറ്റേഡ് ആയിരുന്നു. അല്ലാതെ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഫോളോ ചെയ്തൊന്നും അല്ല ആരും എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഡേ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഷെയർ ചെയ്യുന്നത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും ഞാനും തരാൻ ശ്രമിക്കുക. ബട്ട് ദാറ്റ് ഈസ് അൺഫെയർ ടു യു ഗൈസ്. കാരണം അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും ഒരു പെർഫെക്റ്റ് ആൻസർ നിങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങൾക്കത് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സ്ട്രെസ്സ് പിന്നെയും കൂടാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള റിവിഷനെ കുറിച്ചൊന്നും ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു പേടിയും സെൽഫ് ഡൗട്ടും ഇറങ്ങി ഓടി രക്ഷപ്പെടാനൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്ത എല്ലാവരുടെയും പേരിൽ ഐ വെൽക്കം യു ടു ദിസ് ക്ലബ്. കാരണം എല്ലാവരും ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി നോർമൽ. എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മെയ് 5 ആ എക്സാം ഇന്ന് എഴുതിയാലും നാളെ എഴുതിയാലും മറ്റന്നാൾ എഴുതിയാലും വലിയൊരു ചേഞ്ച് ഒന്നും നിങ്ങളുടെ റിസൾട്ടിൽ വരത്തില്ല. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആണ്. ഇതുവരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അത് വെച്ചാണ് നമ്മൾ മെയിൻ എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം വേസ്റ്റ് ആകുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ആകെ ഒറ്റ കാര്യം ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ, അത് അഡ്മിറ്റ് കാർഡും അതുപോലെ എക്സാമിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്രാവശ്യം അഡ്മിറ്റ് കാർഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ കുറേ സമയം കളഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ വർഷം ആദ്യമായിട്ട് വീഡിയോകളിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങളുടെ എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് വീക്കിലോട്ട് ഒരുപാട് വലിയൊരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യരുത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സമയം ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കുറച്ച് സമയം വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് വേണ്ട. ദാറ്റ് ഈസ് നോർമൽ. എല്ലാവർക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പോയ സമയമൊന്നും നിങ്ങളുടെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഐ ഗ്യാരണ്ടി യു. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം, നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളുടെയും കൂടെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഒരു പേപ്പറിൽ എഴുതി ഉണ്ടാക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ ഇന്നലെ ബ്രില്യൻറ്റിലെ ശിവൻ സാറിൻ്റെ ലൈവ് കണ്ടിട്ടാണ് ആ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി ആക്കിയത്. സോ നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് കണ്ടാലും മതി. അങ്ങനെ എന്തൊക്കെ കാര്യം വേണമെന്നൊരു ക്ലാരിറ്റി ആയതിനു ശേഷം അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതെല്ലാം കൂടി ഒരു ഫയലിലെടുത്ത് ഇതെല്ലാം വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്ത് വിടണം. എക്സാമിൻ്റെ അന്ന് രാവിലെ ഒന്ന് തുറന്ന് ഇതെല്ലാം അതിൻ്റെ അകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നോക്കുക. എക്സാമിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പും ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തി അവസാനം എക്സാം ഹാളിലോട്ട് കയറുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് അവിടെ വെച്ച് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് കരയും. അപ്പം ആ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരുത്തൻ അത് വീഡിയോ എടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാഡ് BGM കൂടി ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടങ്ങ് വൈറലാക്കും. പിന്നെ നമുക്കത് ജീവിതകാലത്ത് മറക്കാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ബാക്കി പ്രിപ്പറേഷൻ ഇനിയും പെർഫെക്റ്റ് ആക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഈ ഒരു സമയമായപ്പം എക്സാമിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു സമയത്ത് ചില കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അവരപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു വീഡിയോ ഇടുമായിരിക്കും. അതായത് അവരുടെ ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ
ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ വളരെ കൂൾ വൈബാന്നൊക്കെ പറഞ്ഞു. കോപ്പാണ്. കാരണം ഈ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോകുന്ന ആൾക്കാണെങ്കിൽ പോലും ഇപ്പം ചെറിയൊരു ടെൻഷനുള്ളിൽ കാണും. നല്ല കൂളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഈ വർഷം ആദ്യമായിട്ട് ഈ എക്സാം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി എഴുതാൻ പോകുന്നവരാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കൂളായിട്ടാണ് പോയി എക്സാം എഴുതിയത്. അതുപോലെ ഇതുവരെ നടന്ന മോഡൽ എക്സാംസിൻ്റെ ഒക്കെ മാർക്ക് കണ്ടിട്ട് ഈ വർഷം കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് വിചാരിച്ച് ഉള്ളത് വെച്ച് മാക്സിമം ശ്രമിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡിലുള്ള കുറച്ച് പേരും കാണും. അവരും ഇപ്പം ചിലപ്പോൾ കുറച്ച് കൂളായിട്ടിരിക്കുകയായിരിക്കും. ബാക്കി ഈ വർഷം ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉള്ളവർക്കെല്ലാം മനസ്സിൽ ഇപ്പം ടെൻഷനുണ്ട്. സോ ഒന്നാമത്തെ കാര്യം കോച്ചിങ് സെൻറ്റേഴ്സിനോടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വീഡിയോ ഇട്ട് ചുമ്മാ വീട്ടിലിരിക്കുന്ന പിള്ളേരെ വെറുതെ ടെൻഷൻ കൂട്ടരുത്. സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഡയലോഗാണ്. ദർ ഈസ് സ്റ്റിൽ വൺ പോസിബിലിറ്റി. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് കുറവാണെങ്കിലും മേ ബി ഒരു 400s 500s ഒന്നും മുകളിലോട്ട് നിങ്ങളുടെ മാർക്ക് ഇതുവരെ പോയിട്ടുണ്ടാകത്തില്ല. പക്ഷേ ആ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് അതിനൊരു 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മൊത്തത്തിൽ ആൻസർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ മൊത്തം പോർഷൻസിൽ നിന്ന് ഒരു 10,000s ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് അതിൽ നിന്നൊരു 180 ക്വസ്റ്റ്യനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകത്തുള്ളൂ. ഈ 180 ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയൊക്കെ പ്രതീക്ഷയില്ലെങ്കിലും ഒരു ഗിവ് അപ്പ് ചെയ്ത ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പോയി എക്സാം എഴുതരുത്. കാരണം May 5 നിങ്ങൾ എക്സാം ടൈമിൽ 100% ട്രൈ ചെയ്യണം. അതിന് മുമ്പുള്ള സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് എക്സാം ടൈമിൽ യു ഹാവ് ടു ട്രൈ യുവർ ബെസ്റ്റ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ചിലപ്പോൾ ഈ May 5 നടക്കുന്ന എക്സാമിനായിരിക്കും. അതിനും എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എക്സാമ്പിളേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ ഹോസ്റ്റലിലെ തൊട്ടടുത്ത റൂമുകളിലെ പിള്ളേരുടെ കാര്യം മാത്രം പറയാം. എൻ്റെ ഓപ്പോസിറ്റ് റൂമിലുള്ളവൻ എൻ്റെ കൂടെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവനും പക്ഷേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മോഡൽ എക്സാംസിന് 1000ന്റെ ഉള്ളിൽ റാങ്ക് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടായിരുന്നു. കൂടുതലും 1000 2000 അതിൻ്റെ അപ്പുറത്തോട്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്ക്. ഈ റാങ്ക് പറയുമ്പോൾ ടെൻഷനൊക്കെ അവനുണ്ടായിരുന്നു. ആ ടെൻഷനൊക്കെ വന്ന് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി അവന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആ ഫൈനൽ എക്സാമിനായിരുന്നു. അതെൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമിലെ ആളുടെ കാര്യം. ഇനി റൈറ്റ് സൈഡിലായിട്ട് 2 റൂമുകളുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു സ്റ്റഡി ഏരിയ പോലെ. ഈ റൈറ്റ് സൈഡിലെ ഏറ്റവും കോർണറിലുള്ള റൂമിലെ ആളുടെ കാര്യം പറയാം. അവൻ്റെ എനിക്ക് വന്ന സമയത്തെ ഓർമ്മയുണ്ട്. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പം ഇനിഷ്യലി ബേസിക്സ് ഒക്കെ വളരെ വീക്കായിരുന്നു. ഈവൻ നമ്മുടെ ആ ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ തന്നെ പാടായിരുന്നു. പക്ഷേ നല്ല വാശിക്ക് പഠിച്ചു. ആൻഡ് അപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര റിസൾട്ട് മോഡൽ എക്സാംസിനൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഫൈനൽ എക്സാമിന് അടിപൊളി റാങ്ക് കിട്ടി. അവൻ അവസാനം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കയറിയത്. ഇനി അതിൻ്റെ അടുത്തുള്ള റൂമിലെ ആളുടെ കാര്യം നോക്കിയാലും അവനും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഫൈനൽ എക്സാമിനാണ്. അതിന് മുമ്പത്തെ മോഡൽ റാങ്ക് എന്നൊക്കെ പറയുന്നത് വളരെ ബാക്കിലായിരുന്നു. ബട്ട് ഫൈനൽ എക്സാമിന് അവന് കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടി. അത് വെച്ച് അവൻ വെറ്റിനറി എടുത്തു. എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് മൊത്തത്തിൽ 5 പേർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അതിൽ 4 പേർക്കും അവരുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഫൈനൽ എക്സാമിനാണ്. എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1000ന്റെ അകത്തൊരു റാങ്ക് അവൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയിട്ടില്ല. ബട്ട് ഫൈനൽ എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 2000 ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സോ ഡോണ്ട് ഗിവ് അപ്പ്. ഇനി ബാക്കിയുള്ള സമയം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ ഹോപ്പ് എന്ന് പറഞ്ഞ സാധനം ഫുള്ളായിട്ട് കൈവിടരുത്. അതുണ്ടെങ്കിലേ നമുക്ക് എക്സാമിന് ഈ 100% ട്രൈ ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു തോന്നൽ വരത്തുള്ളൂ. നിങ്ങൾ തോറ്റു എന്ന് വിചാരിച്ച് പോയി എക്സാം എഴുതിയാൽ ഒരിക്കലും നിങ്ങൾക്ക് 100% എക്സാമിൻ്റെ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ കുറച്ച് ഹോപ്പ് പോയി കിടക്കുന്നവരാണെങ്കിലും റീഇഗ്നൈറ്റ് ഇറ്റ്. നമുക്കിനി 2 ദിവസത്തെ കാര്യം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആ 1 പോസിബിലിറ്റി ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും എന്നുള്ള ഹോപ്പ് വെച്ച് തന്നെ പോയി എക്സാം എഴുതണം. ഓക്കെ, ഇനി ബാക്കിയുള്ള മണിക്കൂറുകൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയുള്ള കാര്യം, ഞാൻ ബയോളജി ടെക്സ്റ്റും ഇനോർഗാനിക് ടെക്സ്റ്റും മാക്സിമം ഈ മറന്നു പോകുന്ന സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് നോക്കി അതൊന്ന് തലയിൽ ഇങ്ങനെ കയറ്റി വെക്കാൻ നോക്കും. അത് ഇടയ്ക്ക് തലയൊന്ന് കുലുക്കുമ്പോൾ കുറച്ചൊക്കെ ചാടിപ്പോവും. അപ്പോൾ പിന്നെ എടുത്ത് അതൊന്ന് വീണ്ടും തിരിച്ച് കയറ്റി വെക്കാൻ നോക്കും. എന്നിട്ട് അതൊക്കെ ഫൈനൽ എക്സാമിന് ഓർമ്മയുണ്ടാകും എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി, ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എക്സാമിന് പോയത്. അല്ലാതെ ആ ലാസ്റ്റ് വായിച്ച സാധനങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്നുള്ള കോൺഫിഡൻസിലല്ല. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. സോ മെമ്മറിയുടെ കാര്യത്തിൽ ഒരു 100% കോൺഫിഡൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വരും. ലാസ്റ്റ് ഡേ ഒന്നും ഞാൻ ക്വസ്റ്റ്യൻസേ ചെയ്യാൻ പോയിട്ടില്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. സോ നിങ്ങളാണെങ്കിലും ഇനി ഒരുപാട് MCQ ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യണം നിർബന്ധമില്ല. നാളെയും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും മോഡൽ എക്സാംസ് ഉണ്ട്. അത് എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി എഴുതിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ച് അതിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചാൽ മതി. സെയിം ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റാതെ നോക്കിയാൽ മതി. അല്ലാതെ ഓവറോൾ നിങ്ങൾ എക്സാമിന് റെഡിയാണ്. ആ കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി ബാക്കിയുള്ള സമയത്ത് പുതിയ ടോപ്പിക്സും അതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ കണ്ണിൽ പെടാത്ത പോലെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇനി വായിച്ചാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓവറോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഓവർലോഡാണ്. പണ്ട് ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു 5-10 മിനിറ്റ് പറയുന്ന കാര്യം ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട വീഡിയോസാണ്.
ഒരു ചാനലിൽ തന്നെ ഒന്നിൽ കൂടുതൽ വീഡിയോ ഉണ്ട് ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ മാത്രം. അതിൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ വരെ വലിയ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സും കൂടുന്നൊരവസ്ഥ വരാൻ പാടില്ല. നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ ഓൾറെഡി ആയി, ഇനി അങ്ങോട്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസ് കണ്ടോളൂ. പക്ഷെ അത് കാണുമ്പോൾ സമാധാനമായിട്ട് കാണുക. അതിൽ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേട്ട് നിങ്ങളുടെ ടെൻഷൻ കൂടാൻ പാടില്ല. അതുപോലെ ലാസ്റ്റ് ഡേ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കാണും. അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ടിട്ട് ടെൻഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് അവർ എന്താ പറയുന്നതെന്ന് ചുമ്മാ ഒന്ന് കേട്ട് നോക്കാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കാണണം. അല്ലാതെ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം ചെയ്യാൻ പറ്റിയ സമയമില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആകാൻ പാടില്ല. പിന്നെയുള്ളൊരു കാറ്റഗറി ഓഫ് വീഡിയോസ് ആണ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻസ്. എഗെയിൻ അവിടെയും നിങ്ങൾ അതിൻ്റെ പുറകെ പോയി സമയം കളയരുത്. കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസം എഴുതിയ മോഡൽ എക്സാംസ് എല്ലാം ശരിക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ആയിരുന്നല്ലോ. നിങ്ങളെ പഠിപ്പിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നടത്തിയ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ആയിരുന്നു ഈ മോഡൽ എക്സാംസ് എല്ലാം. നിങ്ങളൊരു 10 എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 2000 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ 2000 ഉറപ്പായിട്ട് ഒരു 20-30 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പം ഇനിയും എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ വീഡിയോയോ അങ്ങനത്തെ ഒരു സാധനം കണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അവിടെയും റിസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നാളെ അങ്ങനെ ഒരു പുതിയൊരു വീഡിയോ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ചാനലിൽ പുതിയൊരു ഫാക്കൽറ്റിയുടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഭാഗത്ത് തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യനൊക്കെ കണ്ട് നിങ്ങൾക്ക് ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ കാണുന്നതിനെക്കാട്ടും ബെറ്റർ ആണ് നിങ്ങൾ മുമ്പ് ഓൾറെഡി എഴുതിയ മോഡൽ എക്സാംസിനൊക്കെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നത്. സോ ഓവറോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ അഡ്മിറ്റ് കാർഡും നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ നാളത്തേക്ക് ഉറക്കം. ബട്ട് അതും നിങ്ങൾ ഉറക്കം പെർഫെക്റ്റ് ആക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അവിടെയും ടെൻഷൻ കൂടിയിട്ട് നിങ്ങളുടെ ഉറക്കം കുറയത്തേ ഉള്ളൂ. അവിടെയും ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത് അതിനെക്കാട്ടും ഒരു മണിക്കൂർ മുമ്പ് അങ്ങ് കിടന്നോ. ഉറങ്ങാൻ കുറച്ച് സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ലൈറ്റൊക്കെ ഓഫാക്കി ശാന്തമായിട്ട് കിടക്കുക. എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി നിങ്ങൾ അലാറം ഒന്നും വെക്കണ്ട. ഉറങ്ങി തീരുന്ന എപ്പോഴാണോ അപ്പോൾ എഴുന്നേറ്റാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിനെക്കാട്ടും ഒരു 2 മണിക്കൂർ കൂടുതലൊക്കെ ഉറങ്ങിയെന്ന് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റേ കിട്ടുള്ളൂ. ഇനി അങ്ങനെ ഉറക്കം കിട്ടിയില്ല എന്ന് വിചാരിച്ച ടെൻഷനൊന്നും വേണ്ട. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ എക്സാമിന് തൊട്ട് മുമ്പുള്ളത്തെ രാത്രി ഉറക്കം വരാൻ സാധാരണനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ സമയം എടുത്തു. ഞാൻ പൊതുവേ കുറച്ച് കൂളായിട്ടുള്ള ക്യാരക്ടറാണ്, എന്നിട്ട് പോലും കുറച്ച് സമയം എടുത്തായിരുന്നു. ബട്ട് അതൊന്നും എൻ്റെ എക്സാമിന് എഫക്ട് ചെയ്തില്ല. കാരണം ഓവറോൾ ഞാൻ ആവശ്യത്തിന് ഉറങ്ങി. സോ ഉറങ്ങാൻ കിടന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരാൻ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. രാവിലെ അലാറം ഒന്നും വെക്കാതെ നിങ്ങളുടെ ആ ഒരു ക്ഷീണം തീർന്നതിന് ശേഷം എഴുന്നേറ്റാൽ മതി. പിന്നത്തെ ഒരു കാര്യം, നിങ്ങൾ എക്സാം സെന്റർ ഒക്കെ എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എത്ര നേരം അങ്ങോട്ട് ട്രാവൽ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫുഡിൻ്റെ കാര്യം എന്താ ചെയ്യുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ചിലർ ഫുഡ് കഴിച്ചിട്ട് പോയി എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ചെറുതായിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനായിരിക്കും പ്ലാൻ. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയി എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് കഴിക്കാനായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ 5-ാം തീയതി എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നാളെ 4-ാം തീയതിയും ആ ഒരു സെയിം റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യും. 5-ാം തീയതി അതൊരു പുതുമയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ സംസാരിക്കാം. നിങ്ങൾക്ക് സംഭവിക്കാവുന്ന വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് വെച്ചാൽ 5-ാം തീയതി നിങ്ങൾ എക്സാം എഴുതി, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല, എക്സാം കുളവായാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും പല പല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രഷർ ചിലപ്പോൾ ഈക്വൽ ആയിരിക്കണമെന്നൊന്നുമില്ല. പലരുടെയും എക്സ്ട്രീം സിറ്റുവേഷൻസിൻ്റെയൊക്കെ കഥകൾ ഞാൻ ഇമെയിലിൽ കൂടെയൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് എക്സ്ട്രീം സിറ്റുവേഷൻ ആണെങ്കിലും, അതുപോലെ നിങ്ങൾ 4-മത്തെയോ 5-മത്തെ തവണ എഴുതുന്ന ആളാണെങ്കിൽ പോലും എക്സാം ഇൻ കേസ് ഫെയിൽ ആയാൽ അവിടെ നമുക്ക് വീണ്ടും ഒരു സൊല്യൂഷൻ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് 5-ാം തീയതി വൈകുന്നേരത്തെ ലൈവിലും 6-ാം തീയതിയിലത്തെ ലൈവിലൊക്കെ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് രാത്രിയും നാളെ വൈകുന്നേരവും മറ്റന്നാൾ രാവിലെയൊക്കെ ചെറിയ ലൈവ് സെഷൻസ് ഉണ്ടാവും. അത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ ഈ ഒരു ലൈവ് സെഷന് വന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അവിടെയും നമ്മൾ പെർഫെക്റ്റ് സൊല്യൂഷനൊന്നും അല്ല ഉണ്ടാക്കാൻ നോക്കുന്നത്. നമ്മുടെ അപ്പത്തെ ആ ഒരു ടെൻഷൻ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ആ ലൈവുകൾ. അപ്പം അത് നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഓവറോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഡോണ്ട് ഓവർ തിങ്ക്. പ്രതീക്ഷ ഫുള്ളായിട്ടൊന്നും കൈവിടാനുള്ള സമയമായിട്ടില്ല. നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുമെന്നൊരു കോൺഫിഡൻസ് വേണം. കാരണം അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് സംഭവിക്കും. നിങ്ങളിൽ കുറേ പേർക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഫൈനൽ എക്സാമിനായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു കോൺഫിഡൻസിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഇരിക്കുക. സമാധാനമായിട്ടൊക്കെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. നാളെ ഒരു വീഡിയോയും കൂടി ഉണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു ഓൾ ദ ബെസ്റ്റും കൂടെ പറയാനുണ്ടല്ലോ. അപ്പം ആ വീഡിയോയിൽ നമുക്ക് കാണാം.